ഇന്നത്തെ എപ്പിസോഡിലെ എവിക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നാടകീയ മുഹൂർത്തങ്ങൾക്കിടയിൽ ജാസ്മിന്റെ ഫ്രേസ് എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. റസ്മിന്റെ എവിക്ഷനിൽ ഒരു തുള്ളി വിഷമം പോലും ജാസ്മിൻ ഇല്ല. ജാസ്മിന്റെ മുഖത്ത് ഞാൻ കണ്ടത് ഒരു ആശ്വാസമാണ്. ഹാവു, അങ്ങനെ ഈ മാരണവും പുറത്തായി, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാമല്ലോ എന്നുള്ള പോലത്തെ ആ ഒരു തോട്ടൊക്കെയാണ്. പിന്നെ റസ്മിനും വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. അനിയൻ വന്ന് ജിൻഡോ ഫാൻ ആണെന്ന് പറഞ്ഞപ്പോഴേ പരിപാടി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എന്ന് റസ്മിൻ മനസ്സിലാക്കിയതാണ്. അന്നേ റസ്മിന്റെ ഗ്യാസ് തീർന്ന അവസ്ഥയിലായിരുന്നു, ലൈവ് കണ്ടവർക്ക് അറിയാം. പിന്നെ ഉമ്മയുടെ ഉപദേശവും റസ്മിന് ഏകദേശം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റസ്മിന്റെ ഗെയിമിലെ നെഗറ്റീവുകളാണല്ലോ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒന്ന് രണ്ട് പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് വേണേൽ പറയാം. ടാസ്കുകളിൽ ഏറ്റവും കിടിലനായിട്ട് പെർഫോം ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ ഈ സീസണിൽ. വളരെയധികം ആത്മാർത്ഥമായിട്ട് ജയിക്കാൻ വേണ്ടിയാണ് റസ്മിൻ ടാസ്കുകളെല്ലാം തന്നെ കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ജിൻഡോയുമായിട്ടൊരു ടാസ്ക് കോംബോ തന്നെ ഉണ്ട് റസ്മിന്. ഞാൻ ആ കോംബോയുടെ ഒരു ഫാനാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിച്ചാൽ അവർ ജയിച്ചിരിക്കും. എന്ത് വഴക്കാണെങ്കിലും പ്രശ്നമാണെങ്കിലും അവർ ഒന്നിച്ച് നിന്ന് കട്ടയ്ക്ക് നിന്ന് കളിച്ചാൽ ജയിച്ചിരിക്കും. അതൊരു മെയിൻ പോയിന്റ് ആണ്. റസ്മിന്റെ ആ ഒരു മാഷപ്പ് വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. റസ്മിന്റെ ഓരോ വിന്നിങ് മൂമെന്റിലും അവിടെ ജിൻഡോ ഉണ്ട്. ആകെ ഇത് മാത്രമേ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളൂ. എതിരാളികളായിട്ട് എല്ലാവരെയും കാണാത്തതാണ് റസ്മിന്റെ ഗെയിമിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നുള്ളത് പുള്ളിക്കാരിയെ സംബന്ധിച്ചൊരു കാര്യമാണ്. പിന്നെ ഓവറായിട്ട് ഒരു 2-3 പേരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി, പൊസസീവ് അടിച്ചു. ജിൻഡോയോട് കാണിച്ച ഫയർ വേറെ എല്ലാവരോടും കാണിച്ചിരുന്നുവെങ്കിൽ റസ്മിൻ അവിടെ നിന്ന് പോയേനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജാസ്മിന്റെ അണിയായിട്ട് നിന്ന് അവസാനം സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വോട്ട് കിട്ടാതെ റസ്മിൻ പുറത്തായി. അതും വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ജാസ്മിൻ ഇതൊരു ആശ്വാസമേകിയ ഒരു എവിക്ഷനാണ്. ലൈവിനകത്ത് പോലും ജാസ്മിൻ വിഷമിച്ചിരിക്കുന്നൊന്നും കാണാനേ ഇല്ല. കൗണ്ടറും ചളിയൊക്കെ അടിച്ച് ആ വഴി ചില്ല് ചെയ്ത് നടക്കുവാണ് കൂളായിട്ട്. പിന്നെ അതുപോലെ ജാസ്മിൻ എന്തോ ഒരു മോതിരമൊക്കെ എടുത്ത് കൊടുത്തു റസ്മിന്, ഗംബ്രിക്ക് കൊടുക്കാനായിരിക്കും. അതെന്തോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ജിൻഡോയുമായിട്ടുള്ള എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ടാണ് റസ്മിൻ പുറത്തേക്ക് പോയത്. എല്ലാം ഗെയിമാണ്, ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ. ജിൻഡോയുടെ മുഖത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് വിഷമം കണ്ടത്. ഒരെതിരാളിയും കൂടി പുറത്തേക്ക് പോകുന്നതിൽ ഏറ്റവും വിഷമം അവിടെ ജിൻഡോയ്ക്കാണ്. അല്ലാതെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞിരുന്നിട്ട് ആശ്വസിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്ന് രതീഷ് പോയപ്പോഴടക്കം ജിൻഡോ അവിടെ കരഞ്ഞിട്ടുണ്ട്. ഇവിടെ കരഞ്ഞൊന്നുമില്ലെങ്കിലും എതിരാളി പോയതിന്റെ വിഷമം പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു. കാരണം റസ്മിനൊക്കെയാണ് ജിൻഡോയ്ക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. അത്രയുമായിരുന്നു റസ്മിന്റെ എവിക്ഷനെ പറ്റി പറയാനുണ്ടായിരുന്നത്. മുല്ലപ്പൂ ഘടകമാണ് പ്രശ്നം. മുല്ലേച്ചിയാണ് ഇവിടുത്തെ മാൻഡ്രേക്ക്. അതാണ് എനിക്ക് ഇതോടെ മനസ്സിലായത്. ഇനിയിപ്പോ വെട്ടാൻ ആരും ഇല്ല മുല്ലേച്ചിക്ക്, എല്ലാരും പോയി. അതാണൊരു ആശ്വാസം. ഇനിയിപ്പം മുല്ലേച്ചിക്ക് ആശ്വസിച്ചിരിക്കാമായിരിക്കും അവിടെ. അത്രയുമായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.